ഈ കുട്ടികളെ ഈ വിൽപ്പനക്കാരനാക്കി മാറ്റുമ്പോൾ പെട്ടെന്ന് സംശയങ്ങളൊക്കെ കൊണ്ടുപോകില്ല. 2-3 പ്രാവശ്യം ഫ്രീ ആയി കൊടുക്കും. അപ്പൊ ഇത് നുകർന്നു കഴിഞ്ഞ് ഇതിനൊരു അഡിക്റ്റ് ആവുന്ന രീതിയിലേക്ക് പോകുമ്പോൾ, ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫറൂഖ് അഹമ്മദ്, KUF മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കുട്ടികളിലെ ലഹരി ഉപയോഗം ഇന്ന് സാർവത്രികമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിലൊക്കെ കോളേജ് തലങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കിടയിലായിരുന്നു, വിദ്യാർത്ഥികൾക്കിടയിലായിരുന്നു ഈ ലഹരി ഉപയോഗം കണ്ടുവന്നത്. പക്ഷെ ഇന്ന് ചെറു ക്ലാസ്സിൽ പഠിക്കുന്ന, അതായത് സ്കൂൾ തലത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കിടയിൽ പോലും അതിമാരകമായ രീതിയിലുള്ള ലഹരി ഉപയോഗം സാർവത്രികമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. ഒരു പരിധിവരെ രക്ഷിതാക്കന്മാരുടെ അനാസ്ഥ കൊണ്ട് പല മക്കളും വെടിതെറ്റിപ്പോകാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സംഭവം കേട്ടപ്പോൾ സത്യത്തിൽ ഇതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്നാണ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയത്. അതായത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അതിമാരകമായ ഒരു ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരു സംഭവം. കഴിഞ്ഞ 2 വർഷമായി ഈ കുട്ടി ലഹരി ഉപയോഗിക്കുന്നു. ഈ കുട്ടിയുടെ ചില സ്വഭാവ വ്യത്യാസങ്ങളൊക്കെ കണ്ട് രക്ഷിതാക്കന്മാർക്ക് ഒരു സംശയം തോന്നിയപ്പോഴാണ് ഈ കുട്ടിയെ ഒരു മനഃശാസ്ത്ര വിദഗ്ധന്റെ അടുത്ത് കൊണ്ടുപോയി കൗൺസിലിംഗിന് വിധേയമായപ്പോഴാണ് ഞെട്ടിക്കുന്ന സംഭവം ഈ കുട്ടി പറയുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ വഴിയാണ് ഈ കുട്ടി ഇത്തരം ലഹരി മാഫിയകളെ പരിചയപ്പെടുന്നതും അതുവഴി കുട്ടി ഒരു വിൽപ്പനക്കാരനായിട്ട് മാറുന്നതും. ഈ ഇൻസ്റ്റാഗ്രാമാണല്ലോ ഇന്ന് കുട്ടികൾ മിക്കവരും ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഈ കുട്ടികളെ ഈ വിൽപ്പനക്കാരനാക്കി മാറ്റുമ്പോൾ പെട്ടെന്ന് സംശയങ്ങളൊക്കെ കൊണ്ടുപോകില്ല. ചെറിയ കുട്ടികളായതുകൊണ്ട് പെട്ടെന്ന് സംശയങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ചെറിയ കുട്ടികളെ, ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ മറ്റും ഇത്തരം ലഹരി മാഫിയകൾ ഏജന്റാക്കി മാറ്റുന്നത്. ആദ്യമൊക്കെ ഈ കുട്ടി ഇൻസ്റ്റാഗ്രാമിലും മറ്റൊക്കെ ഇവരെ പരിചയപ്പെട്ട് നല്ല രീതിയിൽ പരിചയപ്പെടാൻ തുടങ്ങും. പിന്നെ പരിചയപ്പെട്ട ശേഷം ആദ്യമൊക്കെ കുട്ടികൾക്ക് ഇത് മിഠായി രൂപത്തിലോ മറ്റൊക്കെ 1-2 പ്രാവശ്യം ഫ്രീ ആയിട്ട് അങ്ങ് കൊടുക്കും. 2-3 പ്രാവശ്യം ഫ്രീ ആയി കൊടുക്കും. അപ്പൊ ഇത് നുകർന്നു കഴിഞ്ഞ് ഇതിനൊരു അഡിക്റ്റ് ആവുന്ന രീതിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഇവരെ സമീപിക്കുന്നു ഇത് വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അവരെന്ത് ചെയ്യുന്ന കാശിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്ന രീതി. അപ്പൊ ഇത് വായിക്കാൻ കാശുണ്ടാവില്ല കുട്ടികൾക്ക്. അപ്പൊ എന്ത് ചെയ്യുന്നു, ഇവർ പറഞ്ഞു കൊടുക്കുന്ന ഒരു വഴിയാണ് നമ്മൾ തരുന്ന സാധനം ഈ വിൽപ്പന നടത്താൻ. അപ്പൊ അതിൽ നിന്ന് നിശ്ചിത ശതമാനം കമ്മീഷൻ നിനക്ക് ലഭിക്കും. ആ കമ്മീഷൻ വെച്ചിട്ട് നിനക്ക് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. മറ്റുള്ള ഒരു ജീവിത ചെലവൊക്കെ അടിച്ചുപൊളിച്ച് ജീവിത ചെലവൊക്കെ എനിക്ക് കണ്ടെത്തുകയും ചെയ്യാം. അങ്ങനെയുള്ള ഒരു പ്രകോപനങ്ങൾ ഈ ലഹരി മാഫിയകൾ കൊടുക്കുമ്പോൾ ഈ കുട്ടികൾ, പല കുട്ടികളും ഈ ചതിവിൽ വീഴുകയാണ് ചെയ്യുന്നത്. ഇതേ സംഭവമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുട്ടിക്ക് സംഭവിച്ചത് കാര്യം. അതുകൊണ്ട് ഈ കുട്ടികളുടെ ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് ഓരോ രക്ഷിതാക്കന്മാരും വളരെയധികം ബോധവാന്മാരാകണം. കാരണം സ്കൂളിലേക്ക് കുട്ടി പോകുമ്പോഴും അതുപോലെ തന്നെ സ്കൂളിൽ തിരിച്ച് വീട്ടിലേക്ക് വരുന്നതൊക്കെ ഓരോ രക്ഷിതാക്കന്മാരും നിരീക്ഷിക്കേണ്ടത് അവരുടെ ബാധ്യത തന്നെയാണ്. പലപ്പോഴും ഇത്തരം കൂട്ടുകെട്ടിൽ നിന്നാണ് ഇത്തരം വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് പോവുക. കൂടെയുള്ള ഒരു കുട്ടി ഇങ്ങനെയുള്ള ഒരു വസ്തു ഉപയോഗിക്കുകയോ വിൽപ്പന നടത്തുകയോ ചെയ്യുന്നതാണെങ്കിൽ മറ്റേ കുട്ടികൾക്കും ഇത് പകർന്നു കൊടുക്കുന്ന രീതിയിലേക്കാണ്. അപ്പൊ കൂട്ടുകെട്ടിനെയും, നമ്മുടെ മക്കൾ ആരായിട്ടാണ് കൂട്ടുകെട്ടുന്നത്, അവർ ആ കൂട്ടുകെട്ടിനെയും വളരെയധികം നിരീക്ഷിക്കണം. ആ നിരീക്ഷിക്കേണ്ടത് രക്ഷിതാക്കന്മാരാണ്, അല്ലാതെ പൊതുസമൂഹമല്ല. അവനവന്റെ വീട്ടിലെ കാര്യങ്ങൾ അവനവന്റെ രക്ഷിതാക്കന്മാരാണ് ശ്രദ്ധിക്കേണ്ടത്. അതിന് മക്കൾക്ക് മാതൃകയായിട്ട് രക്ഷിതാക്കന്മാരും ജീവിക്കണം. അല്ലാതെ എന്നും മദ്യപിച്ച് വന്ന് വീട്ടിൽ ലഹരമുണ്ടാക്കുന്ന ഒരു പിതാവിന് ഇതുപോലെയുള്ള ഒരു അധാർമികമായ വഴിയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു മകനെ ഉപദേശിക്കാനോ ശാസിക്കാനോ ഒന്നും യോഗ്യതയില്ല. അപ്പൊ അതിനാദ്യം വേണ്ടത് രക്ഷിതാക്കന്മാർ ഇവർക്കൊരു മാതൃകയായി, അവരുടെ മക്കൾക്ക് മാതൃകയായിട്ട് ജീവിക്കാം. അതോടൊപ്പം തന്നെ സ്കൂളിലേക്ക് പോകുന്നതും സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് വളരെയധികം സൂക്ഷ്മമായിട്ടുള്ള ഒരു നിരീക്ഷണം നടത്താം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംശയങ്ങളോ മറ്റോ നടന്നു കഴിഞ്ഞാൽ, സംശയങ്ങളോ മറ്റോ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കുട്ടികളെ വളരെയധികം ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ആളുകൾ പഠിക്കുകയൊക്കെ ചെയ്യണം. തുടക്കത്തിൽ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാം, മാറ്റിയെടുക്കാൻ പറ്റും. നമ്മളെ വറുതിയിൽ തന്നെ മക്കളെ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഇതിനൊരു അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ, ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ, എത്ര ഇത് കഴിഞ്ഞാലും പിന്നെ ആ കുട്ടികളെ നമുക്ക് കിട്ടത്തില്ല, തിരിച്ചു കിട്ടത്തില്ല. അവർ സമൂഹത്തിന് ഏറ്റവും മോശപ്പെട്ട വ്യക്തികളായിട്ടാണ് വളരാൻ. അപ്പൊ അതുവഴി സ്വന്തം പേരൻസിന് പോലും തല ഉയർത്തി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോവുക. അതുകൊണ്ട് ഈ കാര്യത്തിൽ വളരെയധികം ഓരോ രക്ഷിതാക്കന്മാരും
ശ്രദ്ധിക്കണമെന്നാണ് ഈ അവസരത്തിൽ ഉണർത്താനുള്ളത്.